എല്ലാ സ്കൂളുകളിലും പാർലമെൻ്ററി ഇലക്ഷൻ നടന്നു. അതിൻ്റെ ഭാഗമായി പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഇലക്ഷനാണ് നടന്നത്. അതായത് ആപ്പ് ഉപയോഗിച്ചിട്ട് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യാനുള്ള സംവിധാനം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുറേ സാമഗ്രികളൊന്നും വേണ്ട, കുറേ പേപ്പർ വേസ്റ്റൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ റിസൾട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഓരോ കുട്ടിയെയും വിളിച്ചതിന് ശേഷം അവരുടെ കയ്യിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ഒരു അടയാളം ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികളൊക്കെ വളരെ ആസ്വദിക്കുന്നതായിട്ട് കാണും. വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 1979 ആരംഭിച്ച ഒരു വലിയൊരു സരസ്വതി ക്ഷേത്രമാണ് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂള്. ആ സ്കൂളിൽ ഇതുവരെയായിട്ടും അതായത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്, അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലുള്ള തെരഞ്ഞെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിലാണ് അവർ കാൻഡിഡേറ്റ്സിനെ കാണുന്നതും. പിന്നെ ജയിച്ച കുട്ടിയാണെങ്കിലും ഇനി അഥവാ എന്തെങ്കിലും 1-2 വോട്ടുകൾക്ക് പരാജയപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിലും വളരെ സന്തോഷവാന്മാരായിട്ടാണ് കാണുന്നത്. കാരണം രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികൾ ഈ രാഷ്ട്രീയം തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വൈരാഗ്യ ബുദ്ധി കൂടിയേക്കാം. അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഈ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.